ഉദയകുമാർ ഉരുട്ടിക്കൊലപാതക കേസിൽ സർക്കാരും സുപ്രീം കോടതിയിലേക്ക്. ഉദയകുമാറിന്റെ കുടുംബത്തിന് പിന്നാലെ സർക്കാരും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും. പ്രതികളായ 5 പോലീസുകാരെ ഹൈക്കോടതി വെറുതെ വിട്ടതിനെതിരെയാണ് അപ്പീൽ. കഴിഞ്ഞ ദിവസമാണ് കേസിൽ പ്രതികളായ മുഴുവൻ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രാഷ്ട്രീയമായി ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിലാണ് ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകുന്നത്. പ്രതികളായ 5 പോലീസുകാരെ വെറുതെ വിട്ടതിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി വിധിക്കെതിരെ ഉദയകുമാറിന്റെ കുടുംബവും നാളെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും. അന്വേഷണത്തിൽ CBIക്ക് വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടത്. പ്രതികൾക്ക് ശിക്ഷ കിട്ടും വരെ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്ന് തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയർ PK രാജു 24-നോട് പറഞ്ഞു. സാധാരണക്കാരനായതുകൊണ്ട് അവന് നീതി ലഭിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. സാധാരണക്കാരന് നീതി ലഭിക്കണമല്ലോ. സുപ്രീം കോടതി എന്നൊക്കെ പറഞ്ഞാൽ പാവപ്പെട്ട ഉദയകുമാറിൻ്റെ അമ്മയെ ഉൾപ്പെടെയുള്ളവർക്ക് ഒരിക്കലും അവർക്ക് അവിടെ ചെന്ന് എത്തിച്ചേരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാനൊരു നിയമം മരണമാണ് ഇതിൽ സംഭവിച്ചാൽ ശരി, ഞാൻ ഈ നീതിക്ക് വേണ്ടി പോരാടും. 2005 സെപ്റ്റംബർ 29-നാണ് മോഷണ കുറ്റം ആരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഉദയകുമാർ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ കൊല്ലപ്പെട്ടത്. പോലീസുകാരനായ K ജിതകുമാർ, SV ശ്രീകുമാർ, K സോമൻ എന്നിവർ ഉദയകുമാറിനെ ഉരുട്ടിയും മർദ്ദിച്ചും കൊലപ്പെടുത്തിയെന്നാണ് CBI കണ്ടെത്തൽ. EK സാബു, TK ഹിരദാസ്, T അജിത് കുമാർ എന്നിവർക്കെതിരെ തെളിവ് നശിപ്പിച്ചതിനും വ്യാജരേഖകൾ നിർമ്മിച്ചതിനും കേസ് ചുമത്തുകയായിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.